വെച്ചിഞ്ചു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റി, ഷെയർ മാർക്കറ്റ്, അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഷെയർസിനെ പറ്റിയും ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് വളരെ ബേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. So without any delay, let's get started. One more thing, share market ne patti, basics ne patti ke Hindi already videos undu. This is especially for those who love to watch videos in Malayalam. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു മിത്ത്, ഒരു തെറ്റിദ്ധാരണ എന്ന രീതിയിൽ പറയാം. ഇത് ഗാംബ്ലിംഗ് പോലെയാണ്, അല്ലെങ്കിൽ ഇത് ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആ ഒരു റേഞ്ചാണ്, ഇതിൽ നല്ല റിസ്ക് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ക്യാഷ് ഉണ്ടാക്കാം, ആ ഒരു കോൺസെപ്റ്റാണ്. ക്യാഷിൻ്റെ ടേംസിൽ ഒബ്വിയസ്ലി കറക്റ്റാണ്, പക്ഷേ ഇത് ഗാംബ്ലിംഗ് പോലെയല്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടും ഫൈനാൻസിനെ പറ്റിയൊക്കെ നല്ല ഐഡിയ ഉള്ള, നല്ല ഡീപ്പ് നോളജ് ഉള്ളവർക്ക് ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് കിങ്സ് ലൈക്ക് രാജേഷ് ജുഞ്ചുംവാല. ഇവരൊക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ. ഈ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് തന്നെ ബില്യണേഴ്സ് ആയവരുണ്ട്, ബില്യണേഴ്സ്. ദാറ്റ് എമൗണ്ട് ഓഫ് മണി അതിൽ നിന്ന് മേക്ക് ചെയ്തവർ ഒരുപാട് പേരുണ്ട്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് മീൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഷുവർ. ഇതൊരു സെൻസെക്സിൻ്റെ ചാർട്ടാണ് 1991 to 2018 വരെ. സോ ഒബ്വിയസ്ലി നോക്ക്, ഇനീഷ്യൽ പീരീഡിൽ നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിസ്ക് ഉണ്ട്, ആൻഡ് ദ റിസ്ക് വേരീസ്. നമുക്കാർക്കും ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ വാല്യൂ കൂടുവാണോ കുറയുവാണോ എന്ന് എക്സാക്ട്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്കിൽ, നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് ടൈമിനനുസരിച്ച് വളരെ വളരെ സ്പീഡിലാണ് ഫ്ലക്ച്വേറ്റ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇന്നൊരു പർട്ടിക്കുലർ ഷെയർ വാങ്ങിച്ചാൽ നാളെ എൻ്റെ വാല്യൂ വേണമെങ്കിൽ ഇങ്ങനെ കുറഞ്ഞിട്ട് തീരെ ഡൗൺ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി റിസ്ക് ഉണ്ട്. പക്ഷേ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ലോങ് റണ്ണിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്, നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഈസ് എ ഹൈ ചാൻസ് ദാറ്റ് വി ക്യാൻ മേക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി മേക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കിങ്സ് എന്നൊക്കെ പറയാം. രാകേഷ് ജുഞ്ചുൻവാല, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർ ദർ സോ മെനി ബില്യണേഴ്സ് ഹു ഗ്രൂ അപ്പ് investing in these shares and made a lot of money from it. Movement of shares നോക്കും, മൂവ്മെന്റ് ഓഫ് ഷെയർസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. 1991 ബിലോ 5,000 കിടന്ന അതേ ഷെയർസിന്റെ മൂവ്മെന്റ് നോക്ക്. ബൈ 2018 ഇറ്റ്സ് അറൌണ്ട് 35,000. സോ ദാറ്റ്സ് ദ ഗ്രോത്ത്. ലോങ് റണ്ണിൽ എപ്പോഴും എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിഫ്റ്റി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ് എ ഹോൾ. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഒറ്റ രാത്രി കൊണ്ടൊക്കെ സെൻസെക്സ് അല്ലെങ്കിൽ ഒറ്റയടിക്കൊക്കെ മാർക്കറ്റ് ഇടിയുക, മാർക്കറ്റ് ക്രാഷ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ക്രാഷ് ആയിട്ട് ഡയറക്റ്റ് സീറോയിലേക്ക് പോയി നിൽക്കും ആ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് മാർക്കറ്റ് എത്ര ഇടിഞ്ഞാലും എത്ര ക്രാഷ് ആയാലും ഒബ്വിയസ്ലി അത് ദർ വുഡ് ബി എ പോയിന്റ് വെയർ ഇറ്റ് സ്റ്റാർട്ട്സ് ബൗൺസിങ് ബാക്ക്. അത് ബൗൺസ് ചെയ്ത് ഒരു ഇനീഷ്യൽ സ്റ്റേജിനേക്കാളിൽ അല്ലെങ്കിൽ എവിടെ നിന്നാണോ താഴോട്ട് പോയതിനേക്കാട്ടിലൊക്കെ ഒത്തിരി ഉയരത്തിൽ പോകാനുള്ള ചാൻസസ് ആർ ഓൾവേസ്. നമ്മുടെ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഗ്രോത്ത് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഉയർച്ചയ്ക്ക് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സ്റ്റേബിൾ ഗവൺമെൻറ്. ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹ്യൂജ് ആയിട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ നിഫ്റ്റി റേസ് ആവും. ഒരു 2 to 3 years ബാക്ക് വരെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നമ്മൾ ഷെയർസ് വാങ്ങിച്ചു, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർസ് വാങ്ങിച്ചു, ഷെയർസ് ഒരു 1 yearലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, 1 yearന് ശേഷം നമ്മൾ ആ ഷെയർസ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഷെയർസ് 10,000 rupees 2018 വാങ്ങിച്ചു, 2019 ശേഷം ഞാൻ അത് വിൽക്കാൻ പോവുകയാണ്. അതേ ഷെയർസ് 10,000 rupees വാങ്ങിച്ച അതേ ഷെയർസ് ഞാൻ വിൽക്കാൻ വന്ന ഒരു 20,000 rupees വെച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോട്ടൽ 10,000 rupees ഗെയിൻ ആണ് ഉണ്ടായത്. ഇതിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. കാരണം ഇത് 1 year കൂടുതലായിട്ട് വിൽക്കുന്നതുകൊണ്ടാണ് അതിൽ നിന്നുണ്ടാകുന്ന ഗെയിനെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ആ സമയത്ത് എന്തില്ലായിരുന്നു, ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് ഇല്ല, ടാക്സ് ഫ്രീ ആണ്. ദാറ്റ് മീൻസ് എനിക്ക് ഉണ്ടായ എക്സ്ട്രാ 10,000 rupees അതെന്താണ്, എൻ്റെ ഗെയിൻ ആണ്, പക്ഷേ എനിക്ക് അതിൽ ടാക്സ് അടയ്ക്കേണ്ട. ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻകം പോലെ തന്നെയാണ്. നമ്മുടെ ഇൻകം ടാക്സ് അനുസരിച്ച് നമുക്ക് ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻകത്തിൻ്റെ സർട്ടൈൻ ലിമിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് അടയ്ക്കണം. പക്ഷേ ഇൻകം ടാക്സ് ആക്ടിൻ്റെ തന്നെ ഒരു പ്രൊവിഷൻ അനുസരിച്ച് പറയുന്നുണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആർ ടാക്സ് ഫ്രീ. അതിൻ്റെ മണ്ടെങ്കിൽ നമുക്ക് എന്തടയ്ക്കേണ്ട ആവശ്യമില്ലെന്ന്, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ലെന്ന്. സോ അത് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ബില്യണേഴ്സ് ഉണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ബില്യൺസ് ഓഫ് റുപ്പീസ് ഉണ്ടാക്കിയ ഒരുപാട് ബില്യണേഴ്സ് സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർ കോടിക്കണക്കിന് രൂപയാണ്, കോടി എന്ന് പറഞ്ഞാലും കുറവായിരിക്കും, കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് മേക്ക് ചെയ്ത്. അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിലൊന്നും ടാക്സ് അടയ്ക്കേണ്ടില്ല, അബ്സല്യൂട്ട്ലി ടാക്സ് ഫ്രീ ആയിരുന്നു. സോ ഡെഫിനറ്റ്ലി അതും എന്താണ്, ഇല്ലീഗലായിട്ടല്ല, ലീഗലി അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സോ ഇത്രയും ഹ്യൂജ് എമൗണ്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ അത് എൻറ്റയർലി അവരുടെ തന്നെയാണ്. ടാക്സ് എന്ന് പറഞ്ഞ പോലും ഗവൺമെൻറ്റിന് ഒരു എമൗണ്ട് അതിൽ നിന്ന് പോകുന്നില്ല. സോ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി profitable, right?
അതേപോലെ സപ്പോസ് നമ്മൾ ഈ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം കൊണ്ട് FD ഇട്ടു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടു. അപ്പം നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്, റൈറ്റ്? അതേപോലെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് ആണോ കിട്ടുന്നത്? അല്ല, അവിടെ കിട്ടുന്നത് എന്താണ്? ഡിവിഡൻഡ് ആണ്. അതിൻ്റെ ആ ഒരു ടെർമിനോളജിയെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെയിറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. FD ഇടുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ ഡിബെഞ്ചേഴ്സ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും, ഡിബെഞ്ചേഴ്സും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഡിബെഞ്ചേഴ്സ് പറഞ്ഞാൽ സെക്യൂരിറ്റി ബേസ്ഡ് ആണ്, അവിടെ നമുക്ക് കിട്ടുന്നതിന് ഇൻട്രസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ നമ്മൾ പോകുന്നില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല കൺസിഡറിങ് ആ ടോപ്പിക്. സോ ഡെഫിനറ്റ്ലി FDയുടെ കേസിൽ എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് കിട്ടും, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ FD ഇട്ട് ഈ വർഷം 2020 ഫസ്റ്റ് ഏപ്രിലിൽ പോയി ഞാൻ FD ഇട്ടു. ഓക്കെ, അപ്പോൾ എന്നോട് പറഞ്ഞു ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ അവിടെ ബാങ്കുകാർ എനിക്ക് പ്രോമിസ് ചെയ്ത് ഒരു 7% ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എനിക്ക് പ്രോമിസ് ചെയ്തതെന്ന് വെച്ചോ. ഒരു 2 to 3 months കഴിഞ്ഞപ്പോഴത്തേക്ക് ജനറലി മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നല്ലപോലെ ഡ്രോപ്പ് ഡൗൺ ആയി 5% ആയിട്ട് കുറഞ്ഞു എന്ന് വെച്ചോ, 5%ലേക്ക് കുറഞ്ഞു എന്ന് വെച്ചോ. അപ്പോൾ ഉടനെ ബാങ്കുകാർക്ക് പറയാൻ പറ്റുമോ, സോറി എനിക്ക് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ 3 months 7% തന്നെങ്കിലും മുന്നോട്ട് 7% വെച്ച് തരാൻ പറ്റത്തില്ല, 5% ആണ് ഇപ്പോൾ മാർക്കറ്റിലെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ആ ഒരു റേറ്റിൽ എനിക്ക് തരാൻ പറ്റുമെന്ന് ബാങ്കുകാർക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഞാൻ FD ഇട്ട സമയത്ത് എൻ്റെ കൂടെ അവർ എനിക്ക് പ്രോമിസ് ചെയ്ത ആ ഒരു റേറ്റിൽ തന്നെ അവർ എൻഡിങ് വരെ അറ്റ്ലീസ്റ്റ് ആ FD മെച്യൂർ ആവുന്നിടം വരെ എനിക്ക് ആ റേറ്റിൽ തന്നെ തരണം ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് 7%. മാർക്കറ്റിലെ റേറ്റ് എന്തായാലും ബാക്കി ഒബ്വിയസ്ലി മാർക്കറ്റിലെ റേറ്റ് 5% ആണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഏപ്രിലാണ് FD സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ ജൂലൈ ആണെന്ന് വെച്ചോ, ജൂലൈ ആണെന്ന് വെച്ചോ, ഈ ജൂലൈയിൽ ഫ്രഷ് ആയിട്ട് ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് എന്താ പറയുക അതേ ബാങ്കിൽ വന്നിട്ട് FD ഇടുവാണെങ്കിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുവാണെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ പറയാം ഓക്കെ ഫൈൻ 5% ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്, 5% വെച്ചിട്ടേ തരാൻ പറ്റൂ എന്ന് പറഞ്ഞ് ആ പുള്ളിയോട് അങ്ങനെ പറയാം. പക്ഷെ ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, ഞാൻ FD എടുത്ത സമയത്ത് റേറ്റ് 7% എന്നും പറഞ്ഞ് ഞങ്ങൾ എഗ്രി ചെയ്തു, എനിക്ക് പ്രോമിസ് ചെയ്ത റേറ്റ് ആണ് അത്. പിന്നെ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് അവർക്ക് കുറയ്ക്കാൻ ബാങ്കുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെഫിനറ്റ്ലി കുറയ്ക്കാൻ പറ്റില്ല. അവർക്ക് എൻ്റെ FD മെച്യൂർ ആവുന്നിടം വരെയെങ്കിലും ഇതേ റേറ്റ്, ഇതേ 7% തന്നെ എന്ത് ചെയ്തേണ്ടി വരും, ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഈസ് അത്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ബാങ്കുകാർ പറഞ്ഞു ഞാൻ ഫ്രഷ് ആയിട്ട് ബാങ്കിൽ പോയി FD ഇടുവാന്ന് വെച്ചു. ഓക്കെ, പറഞ്ഞു ഈ വർഷം ഞങ്ങൾക്ക് കുറച്ച് ടൈറ്റൊക്കെയാണ്, ഒരു കാര്യം ചെയ്യും, ഈ വർഷത്തേക്ക് ഞങ്ങൾ ഇൻട്രസ്റ്റ് ഒന്നും തരുന്നില്ല, അടുത്ത വർഷം ഈ വർഷത്തോട് ഇൻട്രസ്റ്റ് ആയിട്ട് കൂട്ടി ഒരു ഹയർ റേറ്റിൽ ഇൻട്രസ്റ്റ് തരാമെന്ന് അവർക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. FD ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിന്റെ കേസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, FDയുടെ കേസിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻട്രസ്റ്റ് വേണ്ടെന്ന് വെക്കാനോ വേണമെന്ന് വെക്കാനോ കൂട്ടാൻ ഒബ്വിയസ്ലി ഒരു എഗ്രീഡ് % ഓൾറെഡി എഗ്രി ചെയ്തെങ്കിൽ അതിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ നോർമലി അവർക്ക് പറ്റാറില്ല. പക്ഷേ ഡിവിഡൻറ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ഷെയർസിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവും, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് ഡിവിഡൻറ്റ് എന്ന ഫോമുല. ഇറ്റ്സ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ആയിട്ടാണ്. ഈ ഡിവിഡൻറ്റിൻ്റെ കേസിൽ ഡിവിഡൻറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഇൻട്രസ്റ്റ്. എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നത്? ഡിവിഡൻറ്റിൻ്റെ കേസ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിവിഡൻറ്റിൻ്റെ കേസ് കമ്പനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ, ഈ വർഷം ഡിവിഡൻറ്റ് കൊടുത്തേക്കാന്ന് വെച്ചു, 20% ഡിവിഡൻറ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ 20% കൊടുത്തോ, നോ ഇഷ്യൂ. അടുത്ത വർഷം 10% അല്ലെങ്കിൽ 5% കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുത്തോ. ഡിവിഡൻറ്റ് കൊടുക്കണ്ട, ഹൈ റേറ്റിൽ കൊടുക്കാം, ലോ റേറ്റിൽ കൊടുക്കാം, ഡിവിഡൻറ്റേ കൊടുക്കുന്നില്ല എന്നെല്ലാം തീരുമാനിക്കാനുള്ള റൈറ്റ് ആരുടെ കയ്യിലാണ്? കമ്പനിയുടെ കയ്യിലാണ്. ഓൾറൈറ്റ്, ആ ഒരു തീരുമാനം ആ ഒരു വേ എന്തിൽ വരത്തില്ല, ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിൻ്റെ കേസിൽ വരത്തില്ല. ഡിവിഡൻറ്റ് ഈസ് കംപ്ലീറ്റ്ലി കമ്പനീസ് ചോയ്സ്. അതൊരു ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന രീതി കൊടുക്കുന്ന അത് ആരുടെ ചോയ്സ് ആണ്? കമ്പനിയുടെ ചോയ്സ് ആണ്. അത് ആർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ്. സപ്പോസ് ഒരു കമ്പനി എല്ലാ വർഷവും അതിൻ്റെ പ്രോഫിറ്റ് ഇരട്ടി ആയിക്കൊണ്ടിരിക്കുക. പ്രീവിയസ് തന്നെ കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ ഈ പർട്ടിക്കുലർ ഇയറിൽ, കറണ്ട് ഇയറിൽ അതിൻ്റെ പ്രോഫിറ്റ് 4 times ആയി, സെയിൽസ് 2x ആയി, അങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് ഒരു മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് വല്ല നിർബന്ധമുണ്ട്? ഡിവിഡൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻറ്റ് കൊടുത്തേ തീരൂ എന്നും പറഞ്ഞ് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഡിവിഡൻറ്റിൻ്റെ കേസ് ഓൾവേസ് ഇറ്റ്സ് ഓപ്ഷണൽ, വെറസ് ഇൻട്രസ്റ്റ് ഈസ് ഓൾവേസ് മാൻഡേറ്ററി മീനിങ് വാട്ട്? ഇറ്റ്സ് കമ്പൽസറി. ഇൻട്രസ്റ്റ് കമ്പൽസറി ആണ്, ഡിവിഡൻറ്റ് ഈസ് ഓൾവേസ് എ ചോയ്സ്. നിങ്ങൾക്ക് അറിയോ, ചില കമ്പനീസ് ഉണ്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, വണ്ടർഫുൾ അമേസിങ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് മേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ എന്ത് ചെയ്യുന്നില്ല? ഡിവിഡൻറ്റ് മേക്ക് ചെയ്യുന്നില്ല, ഡിവിഡൻറ്റ് കൊടുക്കുന്നില്ല. കമ്പനീസ് സച്ച് ആസ് ആപ്പിൾ ഉണ്ട്, ഗൂഗിൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഓക്കെ സപ്പോസ് ഞങ്ങൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് നെറ്റ്വർത്ത് ഉണ്ട്, ഇതിലൊരു പോർഷനായിട്ട് ഞാൻ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുമോ, ഗൂഗിൾ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് തന്നെ വെച്ചു. ഈ ഡിവിഡൻ്റ് ആയിട്ട് കിട്ടിയ എമൗണ്ട് അവർക്ക് ഇതിനെക്കാട്ടി ബെറ്റർ രീതിയിൽ, ഇതിനെക്കാട്ടി ബെറ്റർ പ്രോഫിറ്റബിൾ എന്ന രീതിയിൽ എങ്ങും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ
ഡിവിഡൻഡ് കൊടുത്തെന്ന് തന്നെ വെച്ചു. ഓക്കെ, 5% ഡിവിഡൻഡ് കൊടുത്തെന്ന് തന്നെ വെച്ചു. അപ്പം $100 ഷെയറിന്റെ 5% ഡിവിഡൻഡ് ആയിട്ട് കൊടുത്താൽ $5. ഓൾറൈറ്റ്, ഈ $5 ഓരോ ഷെയർ ഹോൾഡേഴ്സിനും, ഗൂഗിളിന്റെ ഷെയർ ഹോൾഡേഴ്സിന് എത്ര അവർ ഹോൾഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ബേസിസിൽ $5 വെച്ച് കൊടുത്തു. ഓക്കെ, ഈ $5 അവർക്ക് എങ്ങനെയൊക്കെ റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി FD ഇടാൻ പറ്റും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷെയർസിലോ വേറെ കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർ FD ഇടുവാണെന്ന് വെച്ച് USL FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാൻ പോകുന്നത് 2 to 3%. അവിടെ ലോണിന്റെ ഇൻട്രസ്റ്റ് കുറവാണ്, 4%-ലൊക്കെ ലോൺ കിട്ടും. നമ്മുടെ നാട്ടിലാണെങ്കിൽ 10% അറൗണ്ട് ആണ് ലോണൊക്കെ കിട്ടുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ അവിടുത്തെ ലോൺ പെർസെൻറ്റേജ് തന്നെ 4% ഡെഫിനറ്റ്ലി എന്താണ് FDയിൽ കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് അതിനെക്കാട്ടി കുറവായിരിക്കും, 2 to 3% ആണ്. അപ്പോൾ ഈ $5 ഈ $5 കൊണ്ടുവന്ന് അവരെന്ത് ചെയ്തു? അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, FD ഇട്ടെന്ന് തന്നെ വെച്ചാൽ 1 year കഴിയുമ്പോൾ അവർക്ക് എത്ര കിട്ടത്തുള്ളൂ? 2 to 3%. ഓൾറൈറ്റ്, ആ സമയത്ത് ഇതേ ക്യാഷ്, ഈ $5 അവർ ഡിവിഡൻഡ് ആയിട്ട് വാങ്ങിച്ചില്ല, അത് ഗൂഗിൾ കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്തേക്കുക. അവിടെ തന്നെ റീഇൻവെസ്റ്റ് ചെയ്തേക്കുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിളിന് കൂടുതൽ നെറ്റ്വർത്ത് ആവും. റൈറ്റ്, റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് കൂടെ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, പുതിയ ഇന്നോവേഷൻസ് ചെയ്യാൻ പറ്റും, സക്സസ്ഫുൾ ആയിട്ടുള്ള പുതിയ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അലക്സ, ഗൂഗിൾ ഹോം, അങ്ങനെ ഒരുപാട് ഇന്നോവേഷൻസ് അവരുടെ ഓൾറെഡി നടക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം, കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാം. അങ്ങനെ ആകുമ്പോൾ പ്രോഫിറ്റ് വീണ്ടും മൾട്ടിപ്പിൾ ആവും. പ്രോഫിറ്റ് ഒരുപാട് വർദ്ധിക്കും, സെയിൽസ് ഒരുപാട് കൂടും, നെറ്റ്വർത്ത് അതിനനുസരിച്ച് കൂടും. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നല്ല, ഇതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്ന രീതിയിൽ എന്ത് പറ്റും? ഗൂഗിളിൻ്റെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഗൂഗിളിൻ്റെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ അൾട്ടിമേറ്റ്ലി ഇത് ആരെ തന്നെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിനെ തന്നെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അവർ വാങ്ങിച്ച ഷെയർ ഇനിഷ്യലി അവർ വാങ്ങിച്ച $100 ഒരു ഷെയർ വാങ്ങിച്ച്, ഇപ്പോൾ ഈ പ്രോഫിറ്റ്സ് കൂടിയോണ്ട്, ഈ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ട്, കൂടുതൽ എക്സ്പാൻഷൻ കാരണം അവരുടെ $100 എന്ന വാങ്ങിച്ച ഷെയർ $110 ആയെങ്കിൽ $10 അവരുടെ എത്ര ഗ്രോത്ത് ഉണ്ടായി? $10 ഗ്രോത്ത് ഉണ്ടായി. ദാറ്റ് മീൻസ് എന്താണ്? എത്രേൻ്റെ ഇൻക്രീസ് ആണ് ഈ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്? 10% ആണ്. ആ സമയത്ത് $5 വെച്ച് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിരുന്നു അവർ FD ഇട്ടായിരുന്നെങ്കിൽ പോലും 2 to 3% ഉണ്ടാവത്തുള്ളൂ അവരുടെ പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഓൾറെഡി ദ ബെസ്റ്റ് വേ ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്സ്, ദ ഹയസ്റ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ്. അതാണ് ഗൂഗിൾ കമ്പനിയുടെ ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഡിവിഡൻഡ് കൊടുക്കാത്തതിൻ്റെ പിന്നിലുള്ള ഒരു മെയിൻ റീസൺ. അപ്പോൾ ഇൻട്രസ്റ്റും ഡിവിഡൻഡും. ഇൻട്രസ്റ്റ് എന്താണ്? ടാക്സബിൾ ആണ്. ഒബ്വിയസ്ലി ഇൻട്രസ്റ്റിന് മേലെ നമുക്ക് ടാക്സ് അടയ്ക്കണം, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ ഓഫ് ഇൻകം വി ഓൺ. ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന റേറ്റിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ ഡിവിഡൻഡിൻ്റെ കേസിൽ എന്താണ്? ഡിവിഡൻഡ് ടാക്സ് ഫ്രീ ആണ്. സർട്ടൻ ലിമിറ്റ്സ് ഉണ്ട്, ചില ലിമിറ്റ്സ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഡിവിഡൻഡ് ജനറലി പ്രൈമ ഫേസിയെ നോക്കിയോ, പ്രൈമ ഫേസി മീനിങ് എന്താ? ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ പറയുവാണെങ്കിൽ ഡിവിഡൻഡിനെ എന്തായിട്ട് പറയാം? ടാക്സ് ഫ്രീ ആയിട്ട് പറയാം, ടാക്സിബിൾ അല്ലെന്ന് പറയാം. അത് നമ്മുടെ ഇൻകം സ്ലാബ് അല്ലെങ്കിൽ നമ്മൾ ഏത് റേറ്റിൽ, അത് 10%, 20%, 30% ടാക്സ് ഫ്രീ, ഏത് റേറ്റിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിലും എന്ത് കേസ് ആണെങ്കിലും നമുക്ക് എന്ത് അടയ്ക്കേണ്ടി വരത്തില്ല? ഡിവിഡൻഡിൽ ലീഗലി തന്നെ $1 പോലും ടാക്സ് അടയ്ക്കേണ്ടി വരത്തില്ല. സോ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ഡിവിഡൻഡ് ആയാലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയാലും ഇത് രണ്ടും ടാക്സ് ഫ്രീ ആണ്. പക്ഷേ സബ്ജക്ട് ടു സർട്ടൻ ലിമിറ്റ്സ്, ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ ഓയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലിമിറ്റ് വരെ ടാക്സ് ഫ്രീ ആണ്, ലിമിറ്റിൽ കൂടുതലാണെങ്കിൽ ടാക്സ് ആപ്ലിക്കബിൾ ആവും. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, ഈ നെക്സ്റ്റ് ടോപ്പിക് ഡിവിഡൻഡ്. ഓക്കെ, ഡിവിഡൻഡ് എന്തിൻ്റെ മേലിലാണ് പേ ചെയ്യപ്പെടുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ്. ഡിവിഡൻഡ് മാർക്കറ്റ് വാല്യൂയുടെ മണ്ടയ്ക്കാണോ പേ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ഡിവിഡൻഡ് എപ്പോഴും പേ ചെയ്യപ്പെടുന്നത് ഫേസ് വാല്യൂവിൻ്റെ മണ്ടയ്ക്കാണ്. അപ്പോൾ ഫേസ് വാല്യൂ എന്തുവാന്നുള്ള ക്വസ്റ്റ്യൻ വരും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, ബ്രിട്ടാനിയ കമ്പനിയെ പറ്റി കേട്ടിട്ടില്ലേ? ഒരു വളരെ ഫേമസ് കമ്പനിയാണ്. നമ്മൾ ഈ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്സ് ചായമൊക്കെ കഴിക്കുന്നില്ലേ, ആ ഒരു ഓർമ്മ കാണുമല്ലോ. ഇപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. സോ ബ്രിട്ടാനിയ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 3,100 rupees-ആണ്. ഒറ്റ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ഈ 3,100 രൂപ. അതിപ്പോൾ ചേഞ്ച് ആയി കാണും. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്താ ഞാൻ നോക്കിയിട്ടില്ല. അറൌണ്ട് 3,100 rupees ഒറ്റ ഷെയറിൻ്റെ വാല്യൂ. അപ്പം സപ്പോസ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ മിക്കപ്പോഴും കാണാറുണ്ട് ഇന്ന കമ്പനിയുടെ മാനേജ്മെന്റ് 100% ഡിവിഡൻഡ് ഒക്കെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ സപ്പോസ് ബ്രിട്ടാനിയ കമ്പനിയുടെ കേസിൽ 100% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു 3,100 rupees-ന് 100%, അതായത് 3,100 ആണ് ഡിവിഡൻഡ് എന്നാണോ? അല്ല, ഒരിക്കലും അല്ല. ഡിവിഡൻഡ് എപ്പോഴും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പേ ചെയ്യുന്നതും ഡിക്ലെയർ ചെയ്യപ്പെടുന്നത് ഫേസ് വാല്യൂവിൻ്റെ മണ്ടയ്ക്കാണ്. ഇതേ ബ്രിട്ടാനിയ കമ്പനി മാർക്കറ്റ് വാല്യൂ 3,100 ആണെന്ന് വെച്ചോ, എന്നാൽ പോലും അതിൻ്റെ റിയൽ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ 2 rupees ആണ്. അപ്പോൾ 100% ഡിവിഡൻഡ് കൊടുക്കാന്ന് വെച്ചാൽ ഈ 2 രൂപയുടെ 100% ആണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ഡിവിഡൻഡ് 100% ഡിക്ലെയർ ചെയ്താൽ 2 രൂപയാണ് ഡിവിഡൻഡ് ഒരു ഷെയറിന് കിട്ടുന്നത്. ദാറ്റ്സ് ഇറ്റ്. സോ എപ്പോഴും കൺക്ലൂഷൻ എന്താണ്? എപ്പോഴും നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്ന ഫേസ് വാല്യൂയുടെ മണ്ടയ്ക്കാണ്. ഓൾറൈറ്റ്, അപ്പം വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഫേസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് ദ പ്രൊമോട്ടേഴ്സ് ഓഫ് ദാറ്റ് കമ്പനി ബോട്ട് ദാറ്റ് ഷെയർസ്.
പ്രൊമോട്ടേഴ്സ് ആദ്യമായിട്ട് ആ ഷെയർസ് എത്രനാണോ വാങ്ങിച്ച് എത്രനാണോ ഡീൽ ചെയ്തേക്കുന്ന ആ രൂപ, ആ ഒരു പ്രൈസ്, അതാണ് ഫേസ് വാല്യൂ. അപ്പം മനസ്സിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഈ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത വ്യക്തി, അതാണ് പ്രൊമോട്ടർ. ഇതിനൊക്കെ ഹൈ ഡെഫിനേഷൻസ് ഉണ്ട്, ഞാൻ മനസ്സിലാവാൻ വേണ്ടി സിമ്പിൾ ഫാക്ട്സ് ഒരു സിമ്പിൾ രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ഓൾറൈറ്റ്, പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യമായിട്ട് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആരാണോ അതാണ് പ്രൊമോട്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ റിലയൻസ് കമ്പനിയുടെ പ്രൊമോട്ടർ ആരാണ്, ധീരുഭായ് അംബാനി. ഓൾറൈറ്റ്, അതേപോലെ പ്രൊമോട്ടർ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊമോട്ടർ ഒന്നിലധികം ആൾക്കാരാകാം, 4-5 പ്രൊമോട്ടേഴ്സ് ഒരു കമ്പനിക്കാകാം. ഫോർ എക്സാമ്പിൾ 4-5 പേര് ചേർന്നിട്ട് ഒരുമിച്ച് ഓക്കെ ഫൈൻ നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ 4-5 പേര് 4-5 പേര് മുഴുവൻ ആരായിരിക്കും? പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. സപ്പോസ് നമ്മളെല്ലാം പേരൂടെ ചേർന്നിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ABC ലിമിറ്റഡ്. ഓൾറൈറ്റ്, അങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഓരോരുത്തരും 1 lakh rupees വെച്ച് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഞാൻ 1 lakh rupees ഇട്ട് ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് 1 lakh rupees വെച്ച് വാങ്ങിച്ചു. നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 100 പേരുണ്ടെങ്കിൽ തന്നെ അവിടെ 1 കോടി രൂപയോ? ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ഞാൻ റിസീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രൂഫ് വേണ്ടേ? ഒരു പ്രൂഫ് ഇല്ല, ചുമ്മാ എൻ്റെ പൈസ എന്നാൽ ഞാൻ പൈസ കൊണ്ട് മുങ്ങിയാലോ? അങ്ങനെ വരാലോ, ഡെഫിനറ്റ്ലി. അത് ഞാനെന്നല്ല, ഞാൻ പേഴ്സണലൈസ് ചെയ്ത് പറയല്ല, ജനറലി പറയുകയാണ്. അവിടെ എന്ത് വേണം? നമ്മൾ എവിടെ ക്യാഷ് കൊടുത്താലും എന്ത് കൊടുത്താലും അവിടെ എന്ത് വേണം? പ്രൂഫ് വേണം, റൈറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഞാൻ ഓരോ 1 lakh rupees വെച്ച് ചോദിക്കും, നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത്? ഓക്കെ ഫൈൻ, ഞാൻ 1 lakh rupees വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ റെഡിയാണ്, പക്ഷേ എനിക്ക് ഇതേ 1 lakh rupees ഞാൻ ബാങ്കിൽ കൊണ്ട് FD ഇട്ടായിരുന്നെങ്കിൽ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടിയാണ്. നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുന്നോ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ എന്താണ്, ഇൻട്രസ്റ്റ് കിട്ടുമോ? ഇല്ല, ഇത് FD ഒന്നും അല്ലല്ലോ, ഇതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുവാണ്, റൈറ്റ്? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഇൻട്രസ്റ്റ് കിട്ടത്തില്ല. പിന്നെ എന്താ കിട്ടാൻ പോകുന്നത്? ഡിവിഡൻഡ് ആണ് കിട്ടാൻ പോകുന്നത്. ഡിവിഡൻഡ് എന്തുകൊണ്ടാണ് കിട്ടാൻ പോകുന്നത്? നമ്മളെല്ലാം കൂടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രൊമോട്ടേഴ്സ് ആണ്, നമ്മളെല്ലാവരും ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ അവനവൻ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതിന് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. ഒരു സെർട്ടൈൻ എമൗണ്ട് എന്തായിട്ട് കിട്ടും? ഡിവിഡൻഡ് എന്ന ഫോമിൽ കിട്ടും. ഓൾറൈറ്റ്, അപ്പോൾ ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാവരും എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആവണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഷെയർസ് കിട്ടണം, റൈറ്റ്? ഷെയർസ് ഉണ്ടെങ്കിലല്ലേ ഷെയർ ഹോൾഡേഴ്സ് ആവത്തുള്ളൂ. അപ്പോൾ ഷെയർസ് കിട്ടണം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ 1 lakh rupees എന്നല്ല, നമ്മൾ എവിടെ ക്യാഷ് കൊടുത്താലും, ക്യാഷ് ചെയ്തൊരു പേയ്മെന്റ് ചെയ്താലും എന്ത് ചെയ്താലും ഒരു പ്രൂഫ് ഉണ്ട്. ആ പ്രൂഫ് എന്താണ്? റെസിപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ റെസിപ്റ്റ് ആണ് എന്ത്? ഷെയർ സർട്ടിഫിക്കറ്റ്. ഈ ഇൻസ്റ്റന്റിലെ റെസിപ്റ്റ് ആണ് എന്ത്? ഷെയർ സർട്ടിഫിക്കറ്റ്. ഓൾറൈറ്റ്, അപ്പൊ ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ പ്രൂഫാണ്. 1 lakh rupees കിട്ടിയതിന്റെ പ്രൂഫാണ്. ആ 1 lakh rupees പകരം നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടുന്നത് ഷെയർ സർട്ടിഫിക്കറ്റ് ആണ്. ആ ഷെയർ സർട്ടിഫിക്കറ്റ്, ഫോർ എക്സാമ്പിൾ ഞാനും 1 lakh rupees ഇട്ടിട്ടുണ്ട്. സോ ഞാനും എന്താണ്? ഷെയർ ഹോൾഡർ ആണ്. എനിക്കും ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടും. ഞാൻ ഇത്രയും ഷെയർസിന്റെ ഓണർ ആണെന്നുള്ള ഒരു പ്രൂഫാണത്. ഓൾറൈറ്റ്, അപ്പൊ എനിക്ക് കിട്ടുന്ന ഷെയർ ഹോൾഡേഴ്സിൽ എന്തായിരിക്കും? നെയിം ഓഫ് ദ ഓണർ ചിഞ്ചു. എത്ര നമ്പർ ഓഫ് ഷെയർസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എത്ര? 1 lakh rupees. അപ്പൊ എത്ര നമ്പർ ഓഫ് ഷെയർസിന്റെ ഓണർ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ എന്ത് വേണം? ആദ്യമേ എന്താ നമ്മൾ നോക്കണ്ടേ? ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്? ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എത്ര? ഈ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഫേസ് വാല്യൂ ആരാണ് തീരുമാനിക്കുന്നത്? നമ്മൾ തന്നെയാണ്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സായി നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്തിട്ടാണ് ഓക്കെ ഫൈൻ, നമ്മുടെ ഒരു ഷെയറിന്റെ വാല്യൂ നമുക്ക് ഒരു 2 rupees ഷെയർ വാല്യൂ ആയിട്ട് ഇടാം, ഫേസ് വാല്യൂ ആയിട്ട് ഇടാം നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഒരു നെയിം ഓഫ് ദ ഓണർ ചിഞ്ചു, ഫേസ് വാല്യൂ 2 rupees, ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് 1 lakh. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മീ എന്തായിരിക്കും? 1 lakh divided by 2 rupees, which is 50,000. നമ്മൾ ഓരോരുത്തരും എന്തായി? 50,000 ഷെയർസിന്റെ ഓണേഴ്സ് ആയി. നമുക്ക് ഈ 50,000 rupeesന്റെ അല്ലെങ്കിൽ 50,000 ഷെയർസിന്റെ ആണ് ഡിവിഡൻഡ് കിട്ടാൻ പോകും. അപ്പോൾ ഇതാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിലായിരിക്കും? ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലായിരിക്കും. ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? പ്രൊമോട്ടേഴ്സ് ആണ്. പ്രൊമോട്ടേഴ്സ് ആരാണ്? ആ കമ്പനി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് പ്രൊമോട്ടേഴ്സ്. അവരാണ് ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ആരുടെ കയ്യിലാണ് ഷെയർ സർട്ടിഫിക്കറ്റ്സ് പൊതുവെ വരുന്ന? ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിളിനകത്ത് ഫേസ് വാല്യൂ നമ്മൾ എല്ലാവരോടും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമ്മൾ എന്ത് തീരുമാനിച്ചു? 2 rupees ആണ് ഫേസ് വാല്യൂ എന്നുള്ളത്. ഓൾറൈറ്റ്, അപ്പം നമ്മുടെ കമ്പനി അങ്ങോട്ട് കുറച്ച് ഒരു 1-2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഗ്രോത്ത്, ഹെവി ഗ്രോത്ത്, ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ്, 10 ഇരട്ടിയും 20 ഇരട്ടിയും ഒക്കെ എന്ത് വരും? പ്രോഫിറ്റ്സ് വരും. അപ്പം നമ്മൾ എന്ത് തീരുമാനിച്ചു? ഓക്കെ ഫൈൻ, നമുക്ക് ഈ തവണ ഡിവിഡൻഡ് 1000% ഡിവിഡൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഓൾറൈറ്റ്, കാരണം ഹ്യൂജ് പ്രോഫിറ്റ്സ് ഉണ്ട്, നല്ല നെറ്റ്വർത്ത് ആയി, നല്ല കിട്ടിലനായിട്ട് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് തീരുമാനിച്ചു? ഈ തവണ നമുക്കൊരു കാര്യം ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിന് 1000% എന്ത് കൊടുക്കാം? ഡിവിഡൻഡ് കൊടുക്കാം. ഈ 1000% എന്തിന്റെ മേളിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫേസ് വാല്യൂയുടെ മണ്ടയ്ക്കാണ്. ഫേസ് വാല്യൂ എത്രയായിരുന്നു നമ്മുടെ ഷെയർസിന്? 2 rupees ആണ് ഫേസ് വാല്യൂ. അപ്പോൾ 2 rupeesന്റെ 1000% എന്ന് വെച്ചാൽ എന്താണ്?
20 രൂപ. 20 റുപ്പീസാണ് 1000%. ഒബ്വിയസ്ലി 2 റുപ്പീസിന്റെ 100% എത്ര? 2 റുപ്പീസ് തന്നെ. 2 റുപ്പീസിന്റെ 100% വെച്ചാൽ 2 റുപ്പീസ്. അപ്പം അതിന്റെ 1000% എന്ന് വെച്ചാൽ എന്താണ്? 20 റുപ്പീസ്. അപ്പൊ 20 റുപ്പീസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡിവിഡൻഡ്. ഇനി ഈ ഫേസ് വാല്യൂ നമ്മളെ ഡിവൈഡ് ചെയ്ത 2 റുപ്പീസാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനീസും അവരവരുടെ എല്ലാ ഷെയർസിന്റെ ഫേസ് വാല്യൂ 2 റുപ്പീസ് തന്നെ വെക്കണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പല കമ്പനീസ് ഡിസൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഫേസ് വാല്യൂ ഉണ്ട്. ചില കമ്പനീസിന്റെ ഷെയർസിന്റെ ഫേസ് വാല്യൂ 1 റുപ്പീസ് ആയിരിക്കും, ചിലവരുടെ 10 റുപ്പീസ് ആയിരിക്കും, ചിലവരുടെ 5 റുപ്പീസ് ആയിരിക്കും, ചിലവരുടെ 2 റുപ്പീസ് ആയിരിക്കും. ഇറ്റ്സ് ദിയർ ചോയ്സ്, റൈറ്റ്? പിന്നെ ഈ ഒരു ഷെയർ മാർക്കറ്റിന്റെ അവയർനെസ് വളരെ കുറവാണ്. നല്ലപോലെ ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ ഉള്ളത് അറിവുള്ളവർ ഒരുപാട് പേരുണ്ട്. എന്നാലും മെജോറിറ്റി ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഒന്നും ഇല്ല. ലാസ്റ്റ് തന്നെ ഒരു 2 years ബാക്ക് ആണെന്ന് തോന്നുന്നു, എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. ന്യൂസ് ചാനലിൽ കണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യ റീജിയൻ ആണ്, എക്സാക്ട്ലി എനിക്ക് ന്യൂസ് ഓർമ്മയില്ല. ഇതുപോലെ ഒരു പുള്ളിക്കാരൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി. അപ്പം ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ആകെ ആ ഒരു കുടുംബത്തിന് വേണ്ടി ഏൺ ചെയ്യുന്ന മാൻ. അപ്പം പുള്ളിക്കാരൻ മരിച്ചു. ഇനിയും കുടുംബമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നൊന്നും അറിയത്തില്ല. ആ ഒരു ലെവലിലായി നിൽക്കുമായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ വെല്ലിച്ചൻ്റെ എല്ലാം ക്ലീൻ ചെയ്ത് കബോർഡൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ കുറേ പേപ്പേഴ്സ് കിട്ടി. ഓൾറൈറ്റ്. അപ്പോൾ ഈ പേപ്പേഴ്സ് കണ്ടിട്ട് ഇതിൻ്റെ ബ്രോക്കേഴ്സിനെ വിളിച്ച് ചോദിച്ച് ഈ പേപ്പേഴ്സിന് ഇതിന് എന്തെങ്കിലും പൈസ കിട്ടുമോ എന്ന് ചോദിച്ചു. ആ പേപ്പേഴ്സ് എന്തായിരുന്നു? ആക്ച്വലി ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു. അത് കണ്ടിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് ആണെന്ന് പോലും മനസ്സിലായില്ല. ആ പയ്യന് മനസ്സിലായില്ല. അപ്പം ഇത് ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു. ഏകദേശം 1000 ഷെയർസ് ഉണ്ടായിരുന്നു. ഈ ഷെയർസ് MRFന്റെ ആയിരുന്നു തോന്നുന്നു. അപ്പം ഈ ഷെയർസ് MRFന്റെ ഒരു ഷെയറിന് ഇപ്പോൾ അറൌണ്ട് 35,000 ആയിരുന്നു ലാസ്റ്റ് ഇയർ MRFന്റെ ഒരു ഷെയറിന്റെ വാല്യൂ. അപ്പോൾ 1000 ഷെയർസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇമാജിൻ ദ എമൗണ്ട്. സോ ദാറ്റ്സ് ദ ഹോൾ സ്റ്റോറി. അങ്ങനെയാണ് ഈ എൻറ്റയർ ഷെയർ മാർക്കറ്റും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ എല്ലാം ഒന്ന് വർക്ക് ചെയ്യുന്നത്. കോടീശ്വരി പാപ്പരാവാനുള്ള ചാൻസസ് കാണാം. അതേപോലെ ഒന്നും ഇല്ലാത്തൊരു ബില്യണേഴ്സ് ആവും. പക്ഷെ ചുമ്മാ റാൻഡം ഗാംബ്ലിങ്ങോ ലോട്ടറി അടിക്കുന്ന പോലെ ഒന്നും അല്ല ഇത്. ഇതിൽ ഫൈനാൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫൈനാൻസിൽ നല്ല ഡീപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് നോളജ് ഉള്ളവർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഹിഡൻ മാർഗം തന്നെയാണ് ഷെയർ മാർക്കറ്റിംഗ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ മാർക്കറ്റിനെ പറ്റിയും ഇതിനെപ്പറ്റി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നോളജ് വേണം. ചുമ്മാ റാൻഡംലി ഉള്ള ഒരു വേഗ് ഐഡിയയുടെ ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് പ്രോഫിറ്റ്സ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ മുമ്പേ എടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു? ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയ കമ്പനി. ഓക്കെ, ABC പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. അതൊരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. ഇങ്ങനെ മുന്നോട്ട് 1-2 വർഷം ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ നമ്മുടെ കമ്പനി എക്സ്പാൻഡ് ആവുക. നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ്സ് ഉണ്ടാവുന്നു, നെറ്റ്വർത്ത് ഉണ്ടാവുന്നു, ഷെയറിന്റെ വാല്യൂസ് കൂടുന്നു. ഇങ്ങനെ വന്ന് പോകുമ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു? ഓക്കെ ഫൈൻ, ഇങ്ങനെ നിന്നാൽ പോലെ നമുക്ക് ഇനി ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാം, ഒരുപാട് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ABC പ്രൈവറ്റ് ലിമിറ്റഡിനെ ABC ലിമിറ്റഡ് ആയി മാറ്റി. അതായത് ABC പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. നമ്മൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഇനി ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം, ഒരുപാട് മെമ്പേഴ്സിനെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രൈവറ്റ് കമ്പനിയെ നമ്മൾ പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ പ്രൈവറ്റ് എടുത്ത് മാറി ABC ലിമിറ്റഡ് ആയി. ദാറ്റ് മീൻസ് അതെന്തായി? പബ്ലിക് കമ്പനിയായി. ഇപ്പോൾ അറൌണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരു 100 മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ എന്ന് വെച്ചു. 100 whatever, വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. ഇപ്പം അതിനെ പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ അറൌണ്ട് 500 മെമ്പേഴ്സ് നമ്മുടെ കമ്പനിയിലുണ്ട്. ഓൾറൈറ്റ്. വീണ്ടും ഒരു 2-3 വർഷം പോയി. ഓരോ ദിവസം കൂടുമ്പോഴും നമ്മുടെ കമ്പനി വീണ്ടും ഗ്രോ ചെയ്യുകയാണ്. സക്സസ്ഫുൾ എന്ന് പറയാൻ വേറെ ലെവലാണ്. ഒരുപാട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വീണ്ടും എന്ത് വിചാരിച്ചു? ഇനി ധാരാളം എക്സ്പാൻഡ് ചെയ്യാനുണ്ട്, ഇനിയും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? പബ്ലിക് കമ്പനിയെ എന്തായിട്ട് മാറ്റി? ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറ്റി. ആദ്യമേ നമ്മുടെ പ്രൈവറ്റ് കമ്പനി ആയിരുന്നു, അതിനെ നമ്മൾ പബ്ലിക് കമ്പനിയാക്കി, പിന്നെ അതിനെ ലിസ്റ്റ് ചെയ്ത് ലിസ്റ്റഡ് കമ്പനിയാക്കി. അപ്പം ലിസ്റ്റഡ് കമ്പനി ആക്കുന്നത് എങ്ങനെയാണ്? ഒരു പർട്ടിക്കുലർ നമ്മുടെ കമ്പനി പബ്ലിക് കമ്പനി ആയിട്ട് നിൽക്കുകയാണല്ലോ. ഇപ്പം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി നമ്മുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്താൽ ലിസ്റ്റഡ് കമ്പനിയായി മാറും. recognized stock exchange like BSE, NSE, അത് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി നമ്മുടെ ഷെയർസിനെ ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കമ്പനി എന്തായിട്ട് മാറും? ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ചാൽ പബ്ലിക് കമ്പനി തന്നെയാണ്, പക്ഷെ പബ്ലിക് കമ്പനി ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് ലിസ്റ്റ് ചെയ്യുമ്പം ലിസ്റ്റഡ് കമ്പനീസ് ആയി മാറി. ഇപ്പം ആർക്ക് വേണേൽ നമുക്ക് നമ്മുടെ കമ്പനിയിൽ വന്ന് ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യാം, ഷെയർസ് വാങ്ങിക്കാം, റൈറ്റ്? ഇനി ഇപ്പോൾ കുറേ പേര് ഇതെല്ലാം കൂടെ കണ്ട് നമ്മുടെ കമ്പനി നല്ല കിഡിലനായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ട് ഓക്കെ ഫൈൻ, ഇനി മുന്നോട്ട് പോയാലും ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും, കാശ് വാരാന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ പേര് വന്നു. കുറേ പുതിയ ഇൻവെസ്റ്റേഴ്സ്, കുറേ പേര് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഷെയർസ് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഷെയർ എത്ര രൂപയ്ക്ക് കൊടുക്കും? നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, നമ്മൾ പ്രൊമോട്ടേഴ്സ് ആണല്ലോ, ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ എത്ര രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങിച്ചേ? 2 രൂപയ്ക്ക്. ആ 2 രൂപ എന്താണ്? ഈ ഷെയറിന്റെ ഫേസ് വാല്യൂ ആണ്. അപ്പൊ ഈ 5 വർഷമായി ഇപ്പൊ ഈ കമ്പനി നല്ല അടിപൊളിയായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ട് 5 കൊല്ലം കഴിഞ്ഞു. ഈ 5 കൊല്ലം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ നമ്മുടെ കമ്പനിയുടെ ഒരു ഭാഗമാണെന്നും പറഞ്ഞ് ഭാഗമാവാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് വരുന്ന ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ ഈ ഒരു ഷെയർ 2 രൂപയ്ക്ക് കൊടുക്കും? ഒരിക്കലും ഇല്ല. നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും?
നല്ലപോലെ പൈസ കൂട്ടി വയ്ക്കും. വി വിൽ സെൽ അറ്റ് എ മച്ച് ഹയർ റേറ്റ്, റൈറ്റ്? അപ്പോൾ സപ്പോസ് നമ്മൾ 300 റുപ്പീസിന് വിൽക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ 2 രൂപയുടെ ഷെയർ 5 വർഷം മുന്നേ നമ്മൾ 2 രൂപയ്ക്ക് വാങ്ങിച്ച അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 2 റുപ്പീസ് ആണ്. ഇതേ ഷെയറിനെ നമ്മൾ ഇനിയിപ്പോൾ വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്? 300 രൂപയ്ക്കാണ്. നമ്മൾ പറയും ഓക്കെ ഫൈൻ, ഒരു ഷെയറിന് 300 റുപ്പീസ് വെച്ച് തരണം, നിങ്ങൾക്ക് ഷെയർസ് വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട, ഇറ്റ്സ് യുവർ ചോയ്സ്, അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ എന്നുള്ള രീതിയിൽ ഇരിക്കാം. അപ്പം വരുന്നവരെന്തായിരിക്കും, ഭയങ്കര ഗ്രോത്ത് ആണ്, ഇനി ഒരു 5 കൊല്ലോടെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും, നമുക്ക് കാശ് ഭയങ്കരമായിരിക്കും എന്ന് ഉള്ളൊരു ഇത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഷെയർസ് വാങ്ങിക്കാം. വില കൂടുതലൊന്നും വാങ്ങിക്കാതെ പോകുന്നവരും കാണും. പക്ഷെ നമുക്ക് അത്യാവശ്യമില്ല. കാരണം എന്താ, നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര റിസ്ക് ആയിരുന്നു ഇതിനെ വളർത്താനും എസ്റ്റാബ്ലിഷ് ആവാൻ. ഇപ്പം 5 കൊല്ലം കൊണ്ട് ഇത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയ ഒരു കമ്പനിയാണ്. അപ്പം അവരുടെ റിസ്ക് കുറവാണ്, അതിനൂടെ ചേർത്ത് നമ്മൾ ക്യാഷ് വാങ്ങിക്കണം. അപ്പം വില കൂട്ടി ഷെയർസിനെ വിറ്റു, അതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. ഫേസ് വാല്യൂവിനെ കാട്ടി നമ്മൾ റേറ്റ് കൂട്ടി വിൽക്കുകയാണെങ്കിൽ അതിനെ പ്രീമിയത്തിൽ വിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഷെയർസിന്റെ ഫേസ് വാല്യൂ എത്രയായിരുന്നു? 2 റുപ്പീസ് ആയിരുന്നു. നമ്മളിത് ഇഷ്യൂ ചെയ്തത്, പുതിയതായിട്ട് വന്ന ഇൻവെസ്റ്റേഴ്സിന് ഇത് കൊടുത്തത് എത്ര രൂപയ്ക്കായിരുന്നു? 300 റുപ്പീസിനായിരുന്നു. അപ്പോൾ ഈ 300 റുപ്പീസ് എന്താ? ഇഷ്യൂ പ്രൈസ്. ഇതേ ഷെയർസിന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ട് ലിസ്റ്റ് ചെയ്യാമെന്ന്. പബ്ലിക് കമ്പനി ലിസ്റ്റ് ചെയ്താലേ ലിസ്റ്റഡ് കമ്പനി ആവത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡെഫിനറ്റ്ലി ഹയർ പ്രൈസിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സപ്പോസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയർസ് ആണ്, നമ്മൾ കൂടി 600 റുപ്പീസിനാണ് ലിസ്റ്റ് ചെയ്തെങ്കിൽ ഈ 600 റുപ്പീസ് ആണ് എന്ത്? ലിസ്റ്റിംഗ് പ്രൈസ്. ഈ 600 റുപ്പീസ് ആണ് എന്ത്? ലിസ്റ്റിംഗ് പ്രൈസ്. ഇനി ഇതിന്റെ വേറൊരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാവണം, ഒരുപാട് പൈസ വേണം എന്നുള്ളൊരു തോട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു 100 രൂപയിൽ പോലും സ്റ്റാർട്ട് ചെയ്യാം. 1,00,000 രൂപയൊന്നും വേണ്ട ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെറിയ രീതിയിൽ കുറച്ച് എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു 100 റുപ്പീസ് വെച്ച് പോലും ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ തീരെ ലോ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. വൺ സച്ച് സ്റ്റോറി ഞാൻ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാം. പൊറിഞ്ചു വലിയാത്, കേരളൈറ്റാണ്, മലയാളിയാണ്. പുള്ളിക്കാരൻ്റെ ഇതുപോലെ ഒന്നുമില്ലാത്തൊരു ഫാമിലി നിന്നായിരുന്നു, വളരെ പുവർ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. പാരൻസ് കർഷകരായിരുന്നു, അമ്മയും അച്ഛനും കർഷകരായിരുന്നു. ആകെ ഒരു ചെറിയൊരു പീസ് ഓഫ് ലാൻഡ് മാത്രമേ ഉണ്ടായിരുന്നു, കണ്ടം പോലെ ഒരു ഭൂമി മാത്രമേ ഉള്ളായിരുന്നു. പുള്ളിക്കാരൻ്റെ ബേസിക് എഡ്യൂക്കേഷന് പോലുമുള്ള ക്യാഷ് അവരുടെ കയ്യിലില്ലായിരുന്നു. അപ്പം പക്ഷെ പൊറിഞ്ചു പണ്ട് മുതലേ, സ്കൂൾ ടൈം മുതലേ ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു, സ്കൂൾ ടോപ്പർ ആയിരുന്നു, ക്ലാസ് ടോപ്പറിന് സ്കൂൾ ടോപ്പർ ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു പുള്ളിക്കാരനെ വെളിയിലൊക്കെ വിട്ട് പഠിപ്പിക്കുക, ലൈക്ക് സിറ്റീസ്, അവർ ഭയങ്കര വില്ലേജ് ആ ഒരു ഏരിയയിൽ നാട്ടുമ്പുറത്തായിരുന്നു. അപ്പം സിറ്റീസിലൊക്കെ വിട്ട് നല്ല ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുക, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് തന്നെയാണ്, നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആകെയുള്ള ആ ഒരു ചെറിയൊരു ഭൂമി വീട്ടുകാർ വിറ്റ് അതുകൊണ്ട് പൊറിഞ്ചുവിനെ പഠിക്കാൻ കോളേജ് എഡ്യൂക്കേഷന് വിട്ടു. അങ്ങനെ ലോയിൽ ഗ്രാജുവേഷനാണ് ചെയ്തത്. ലോയിൽ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ ഒരു സമയത്താണ് ആദ്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റ്, സെക്യൂരിറ്റീസ്, ഇതിനെപ്പറ്റിയൊക്കെ പുള്ളിക്കാരൻ കേട്ടതുപോലും ആ ഒരു സമയത്തായിരുന്നു. അതുവരെ അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം പോലും മനസ്സിലായത് അപ്പോഴാണ്. അപ്പം കൂടുതലായിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ്, ആർട്ടിക്കിൾസ്, ബുക്സ് ഒക്കെ ധാരാളം വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു നല്ല തിയറിറ്റിക്കൽ നോളജ് മാത്രം കിട്ടി. അപ്പോൾ പ്രാക്ടിക്കലി ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ എറണാകുളത്തെ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് ഒരു ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ജോബ് ചെയ്തുകൊണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്ത് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് പരാഗ് പരിക് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ, അതൊരു സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ് പരാഗ് പരിക് സെക്യൂരിറ്റീസ്. അവരുടെ കൂടെ ജോയിൻ ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അവരുടെ കൂടെ കുറേ നാൾ വർക്ക് ചെയ്തു പൊറിഞ്ചു. അതിനുശേഷം ജിയോജിത് സെക്യൂരിറ്റീസ്, അതും സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ്, അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അങ്ങനെ കുറേ അവരുടെ കൂടെ ഇങ്ങനെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇതിനെ തന്നെ ഡീൽ ചെയ്ത് അപ്പം ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജും കുറേ പ്രാക്ടിക്കൽ നോളജൊക്കെ കിട്ടി. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ഇതിനെപ്പറ്റിയുള്ള കുറേ കോൺസെപ്റ്റ്സും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കിട്ടി. അങ്ങനെ അപ്പോൾ ചെറിയ രീതിയിൽ പുള്ളിക്കാരൻ തനിയെ സ്മോൾ എമൗണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറിന് വേണ്ടി കൂടുതലായിട്ട് കുറച്ച് ആദ്യമേ സ്റ്റാർട്ടിങ് അറ്റ് എ വെരി ലോ റേറ്റ് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. കുറച്ചങ്ങോട്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയി അങ്ങോട്ട് വന്നപ്പോൾ പുള്ളിക്കാരൻ സ്വന്തമായിട്ടൊരു വെഞ്ചർ തുടങ്ങി. അതിൻ്റെ പേരായിരുന്നു ഈക്വിറ്റി ഇൻ്റലിജൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു വെഞ്ചർ തുടങ്ങി. നല്ല സക്സസ്ഫുള്ളായി. അങ്ങനെ ആ ഒരു ലോ ലെവൽ, അത്രയും എക്സ്ട്രീം ഡൗൺ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബില്യനെയർ ഇൻവെസ്റ്ററാണ്. നെറ്റ് വർത്ത് ഈസ് ജസ്റ്റ് അമേസിംഗ്ലി ഹൈ, ഹ്യൂജ് എമൗണ്ട് ആണ്. പിന്നെ ഇത്രയും വർഷത്തിന് ശേഷം തിരിച്ച് അതേ ഭൂമിയിൽ വന്നിട്ട് അന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വിറ്റ അതേ ഭൂമി അപ്പോഴത്തെ കറണ്ട് ഓണേഴ്സ് ചോദിച്ച വിലയ്ക്ക് അത് വാങ്ങിച്ചിട്ട് അതൊരു ഫാം ഹൗസ് ആയിട്ട് ബിൽഡ് ചെയ്ത്
ഇത് വൺ സച്ച് സക്സസ്ഫുൾ സ്റ്റോറിയാണ്. ഒന്നുമില്ലാത്തതിൽ നിന്നും വലിയൊരു ബില്യണറായി റീച്ച് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിങ്ങിലൂടെ തന്നെ അതിൻ്റെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി മാത്രമാണ്. ഇതിലത്തെ ആയിരക്കണക്കിന് സ്റ്റോറീസ് ഉണ്ട്. അതേപോലെ തൗസൻഡ്സ് ഓഫ് ഫെയിലിയർ സ്റ്റോറീസും ഉണ്ട്. നമുക്ക് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വായിക്കാൻ കിട്ടും. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ, മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പം എല്ലാം കോടീശ്വരൊക്കെ പാപ്പരാവുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഫെയിലിയർ സ്റ്റോറീസ് ഒരുപാടുണ്ട്, സക്സസ്ഫുൾ സ്റ്റോറീസ് ഒരുപാടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കോടീശ്വരരാവാം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരുപാട്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അതിന് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. അതേപോലെ റിസ്ക്കും ഉണ്ട്, പാപ്പറായ സ്റ്റോറീസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒബ്വിയസ്ലി ഫെയിലിയർ സ്റ്റോറീസും ഉണ്ട്. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പർ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടേമിന് വേണ്ടി ആ ഒരു മാർക്കറ്റിലെ ഷെയർസ് ഏത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ കുറേയൊക്കെ വായിക്കുകയും കുറേയൊക്കെ ഇതിലെ പ്രാക്ടിക്കൽ നോളജും എക്സ്പീരിയൻസും ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവൽ വരെ എത്തിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പൊറിഞ്ചിൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർവാല്യൂഡ് ആയിട്ടുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അവരുടെ ഒരു മാക്സിമം എക്സാക്ട് ആക്ച്വൽ വാല്യൂ വരെ റീച്ച് ചെയ്യുമ്പോൾ ആ ഷെയർസ് വിൽക്കുക. അതായത് സപ്പോസ് 100 റുപ്പീസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ 1000 റുപ്പീസിൻ്റെ മൂല്യമുള്ള വാല്യൂ ഉള്ള ഷെയർസ് അണ്ടർവാല്യൂ ചെയ്തേക്കും. ഇപ്പോൾ 20 റുപ്പീസേ ഉള്ളൂ ഡ്യൂ ടു സർട്ടൻ റീസൺസ്. അവർക്ക് അവിടം വരെ ഗ്രോ ചെയ്യാന്നുള്ളൊരു അനലൈസ് ചെയ്ത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുവാണെങ്കിൽ ഇപ്പോൾ ലോ ലെവലിൽ നിൽക്കുമ്പോൾ അണ്ടർവാല്യൂഡ് ആയിട്ടുള്ള ഷെയർസിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂവിൽ അത് എത്തുമ്പോൾ ഷെയർസ് വിൽക്കുക. കുറച്ച് റിനൗണ്ട് ആയിട്ടുള്ള കമ്പനീസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, L&T ഫോർ ഷുവർ. L&T എന്തായാലും ഉണ്ട്. പിന്നെ ബ്രിട്ടാനിയ, ഞാൻ കുറച്ച് മുന്നേ ആദ്യമേ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു ബ്രിട്ടാനിയ കമ്പനിയെ പറ്റി. നമ്മൾ ആരും തന്നെ കാണത്തില്ല ഈ ബിസ്ക്കറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ലാത്തവരുടെ. അവരുടെ ബേസിക് പ്രോഡക്റ്റിന് വളരെ സേഫ് ആൻഡ് സെക്യൂർ, ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും എന്തും എടുക്കുന്നതാണ് ഓൺ എ ഡെയിലി ബേസിസ്. മേ ബി അത് ഒരിക്കലും ഇടിയും അതിൻ്റെ മാർക്കറ്റ് ഇടിയും നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ദർ ഈസ് വെരി ലോ ചാൻസ് ഫോർ ദാറ്റ്. അതുകൂടാതെ അവരെന്തെങ്കിലും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, പുതിയ ന്യൂ പ്രോഡക്ട്സ് ഇറക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി പ്രോഫിറ്റ് അടക്കം പ്രോഫിറ്റും അതിൻ്റെ ഷെയർ വാല്യൂ എല്ലാം എന്താണ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി കുറച്ച് ടേംസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടേൺ ഓവർ എന്ന് വെച്ചാൽ എന്താണ്? സെയിൽസ് ആണ്. ടേൺ ഓവർ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എന്തായിട്ട് പറയാം? സെയിൽസ് ആയിട്ട് പറയാം. പ്രോഫിറ്റ് എന്താണ്? ഓക്കെ, പ്രോഫിറ്റും ടേൺ ഓവർ അല്ലെങ്കിൽ പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെയിൽസ് എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ റിസീപ്റ്റ്സ്, മൊത്തത്തിൽ നമുക്ക് കിട്ടിയത് എന്താണ്? അതാണ് ടേൺ ഓവർ, റൈറ്റ്? അതിൽ നിന്ന് എക്സ്പെൻസസ്, നമുക്ക് അതിനുവേണ്ടി ഉണ്ടായ കംപ്ലീറ്റ് എക്സ്പെൻസസിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കിട്ടുന്നതാണ് എന്ത്? പ്രോഫിറ്റ്സ്, റൈറ്റ്? ആ പ്രോഫിറ്റ് എന്താ? ടാക്സ് അടയ്ക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് ആണ്. അതിന് നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയും. അതിൽ നിന്ന് ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് എടുത്ത് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അതിനെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയും, റൈറ്റ്? മിക്ക ബിസിനസ് ചാനൽസിലും ടേൺ ഓവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ചെയ്യുന്നത്. അതിനെ ടോപ്പ് ലൈൻ അനാലിസിസ് എന്ന് പറയും. അതേപോലെ പ്രോഫിറ്റ് റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ അതിനെ ബോട്ടം ലൈൻ എന്ന് പറയും. ടേൺ ഓവർ റിലേറ്റഡിനെ ടോപ്പ് ലൈൻ എന്ന് പറയും, അതേപോലെ പ്രോഫിറ്റ് റിലേറ്റഡിനെ ബോട്ടം ലൈൻ എന്ന് പറയും. ഓൾറൈറ്റ്? അതേപോലെ കുറേ ഇ-കൊമേഴ്സ് കമ്പനീസ് ഉണ്ട്, ലൈക്ക് ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട്. ഈ കമ്പനീസിൻ്റെ ഒക്കെ കേസ് എന്ന് വെച്ചാൽ സെയിൽസ് ഭയങ്കരമായിട്ടാണ് കൂടുന്നത്. ഓരോ വർഷവും അതിൻ്റെ ടേൺ ഓവർ ഭയങ്കര എക്സ്ട്രീം ആയിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് അല്ല, അവരുടെ ലോസ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻ യു ബിലീവ് ഇറ്റ്? എല്ലാ വർഷവും സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുക, പക്ഷേ അതിനൊപ്പം കൂടുന്നത് ലോസ് ആണ്. പ്രോഫിറ്റ് ഉണ്ടാവുന്ന പോലും ഇല്ല, ലോസസ് ആണ്. യെസ്, ദാറ്റ്സ് ട്രൂ. ആമസോൺ അടക്കം ലോസസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷത്തെയും സെയിൽസ് ഭയങ്കരമായിട്ട് കൂടുന്നെങ്കിലും ലോസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് അവരുടെ എക്സ്പെൻസസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്പെൻസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ സെയിൽസിനെ കാട്ടി കൂടുതലാണ് എക്സ്പെൻസ് വരുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി സെയിൽ എത്ര കൂടിയിട്ടും കാര്യമില്ല, എന്തുണ്ടാവും? ലോസസ് തന്നെ ഉണ്ടാവും. അവർ കൊടുക്കുന്ന ഡിസ്കൗണ്ട്സ്, ഹെവി ഓഫേഴ്സ്, പിന്നെ ഓണം ഓഫേഴ്സ്, ബമ്പർ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട്, ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? എക്സ്പെൻസ് ആണ്. ഇൻ എ വേ ഇതെല്ലാം എക്സ്പെൻസസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റ് അല്ല, ഇൻഫാക്ട് അവർ ലോസിനാണ് റൺ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഹാബിച്വൽ ആക്കാൻ നോക്കണം. എല്ലാവരും ഓൺലൈൻ സെയിലിലേക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് എല്ലാം ഇതിലേക്ക് വന്നിട്ട് പിന്നെ കൂട്ടാനായിരിക്കും. മേ ബി ഐ ഡോണ്ട് നോ. ഓക്കെ, നമ്മൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടി, ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് 5 ഇയേഴ്സിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഇൻഫോർമേഷൻ എടുത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് എത്രത്തോളം പ്രൊപ്പോർഷൻ കൂടി കുറഞ്ഞു, എന്ത് ഗ്ലോസ് ഉണ്ടായി, പ്രോഫിറ്റ് ഉണ്ടായി, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഫസ്റ്റ് ഇയറിൽ അതിൻ്റെ സെയിൽസ് എത്ര ആയിരുന്നു? 6,000 ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ അതിൻ്റെ സെയിൽസ് 6,000 crores അറൗണ്ട് ആയിരുന്നു. ഏകദേശം കറക്റ്റ് ഡിജിറ്റ് ഞാൻ പറയുന്നില്ല, റൗണ്ട് ഓഫ് ചെയ്ത് പറയാം. 6,000 അറൗണ്ട് ആയിരുന്നു ഫസ്റ്റ് ഇയർ അതിൻ്റെ സെയിൽസ്. ഫസ്റ്റ്, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ കഴിഞ്ഞ് ഫിഫ്ത്ത് ഇയർ ആയപ്പോഴത്തേക്ക് അതിൻ്റെ സെയിൽസ് എത്രയായി? 9,000 സംതിങ് ആയി. 9,000 crores അറൗണ്ട് ആയി. അപ്പം എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര പ്രൊപ്പോർഷനിലാണ് കൂടി? 1.5 times ആ കൂടി. അതിൻ്റെ പ്രൊപ്പോർഷൻ പറയുകയാണെങ്കിൽ ഏതാണ്? 1.5 times എന്ത് കൂടി? സെയിൽസ് കൂടി 5 വർഷം ആയപ്പോഴത്തേക്ക്. അതേപോലെ പ്രോഫിറ്റ് നോക്കിയപ്പോൾ ഫസ്റ്റ് ഇയറിൽ 300 crores ആയിരുന്നു.
അത് സെക്കൻഡ് തേർഡ് ഫോർത്ത് കഴിഞ്ഞ് 5th ഇയർ ആയപ്പോഴത്തേക്ക് എത്ര കൂടി? ഏകദേശം 900 crores ആയി. അതായത് 300 കോടി 300 crores എന്ന പ്രോഫിറ്റ് ഫസ്റ്റ് ഇയറിൽ 5th ഇയർ ആയപ്പോഴത്തേക്ക് 900 crores ആയി. ദാറ്റ് മീൻസ് 3 times ആയി. അതിന്റെ പ്രോഫിറ്റ് അതേ 5 കൊല്ലം കൊണ്ട് 3 ഇരട്ടിയായി, 3 times ആയി. ദാറ്റ് മീൻസ് അതൊരു പോസിറ്റീവ് സൈൻ ആണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു ചാൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈൻ ആണ്, റൈറ്റ്? അതേപോലെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്സ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്, റൈറ്റ്? ബിസ്ക്കറ്റ്സ് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഷെയറിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ? ബിസ്ക്കറ്റ്സ് വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഷെയർസ് കൂടെ വാങ്ങിച്ചുകൂടെ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ പറയും ബാങ്കിലാണെങ്കിൽ അത് സേഫ് അല്ല, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണ്, പൈസ തിരിച്ചു കിട്ടുമോ അറിയത്തില്ല എന്നൊക്കെ പറയും. എന്നിട്ട് പറയും ഓക്കെ FD ഇട്ടാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓക്കെ സ്റ്റേറ്റ് ബാങ്ക് വിട്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഓക്കെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ FD ഇട്ട് കഴിഞ്ഞാൽ സേഫ് ആണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണ്, ഇൻട്രസ്റ്റും കിട്ടും, അതുകൊണ്ട് അതാ ബെറ്റർ എന്നുള്ള കോൺസെപ്റ്റാണ് മെജോറിറ്റി ആൾക്കാർക്കും. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് വിശ്വാസമുണ്ട്, അത് സേഫ് ആണെന്ന് അറിയാം, അതുകൊണ്ടല്ലേ അവിടുത്തെ നമ്മൾ കൊണ്ടുപോയി FD ഇടുന്നത്. എന്നാൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർസ് വാങ്ങിക്കുക. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് വിശ്വാസമുണ്ട്, സേഫ് ആണെന്ന് അറിയാം, എന്നാൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യും, നമുക്ക് ഡിവിഡൻഡും കിട്ടും, പിന്നെ ചുമ്മാ റാൻഡം ആയിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നൂടാ. നമുക്ക് ഡിവിഡൻഡ് കിട്ടും, ഡിവിഡൻഡിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാകാം, അതുകൂടാതെ ഷെയർ മാർക്കറ്റ് ഷെയർസിന്റെ വാല്യൂ കൂടുമ്പോൾ നമുക്ക് വിൽക്കാം, അങ്ങനെ ഗെയിൻസ് ഉണ്ടാകാം. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സ്റ്റോക്ക് സ്പ്ലിറ്റ്. ഇത് നമ്മുടെ ലാസ്റ്റ് കോൺസെപ്റ്റ് കൂടെ, സ്റ്റോക്ക് സ്പ്ലിറ്റ് ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, നമ്മൾ ആദ്യമേ എന്ത് ചെയ്ത്, ഫസ്റ്റ് ഞാനെടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു, നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഫേസ് വാല്യൂ 2 രൂപയുള്ള ഒരു ഷെയർ, അങ്ങനെ 50,000 ഷെയർസ് ഹോൾഡ് ചെയ്തു. കാരണം എന്താ, നമ്മൾ എല്ലാവരും ഓരോ ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു, 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ പ്രൊമോട്ടേഴ്സ് ആയിരുന്നു, 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു. ഈ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 2 രൂപ ഒരു ഷെയറിന് ഫേസ് വാല്യൂ പറഞ്ഞുകൊണ്ടാണ് 1 lakh divided by 2 50,000 ഷെയർസ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഓൾറൈറ്റ്, ഇപ്പോൾ അതേ ഷെയർസിന് 5 വർഷം ശേഷം മാർക്കറ്റിലുള്ള വാല്യൂ എന്ന് വെച്ചാൽ 5,000 രൂപയാണ്, 5,000 rupees ആണ് ഇപ്പോൾ മാർക്കറ്റിലെ മാർക്കറ്റ് വാല്യൂ. അപ്പൊ ഇന്ന് വന്ന് നമ്മുടെ കമ്പനിയുടെ സപ്പോസ് ബ്രിട്ടാനിയ, ഈ കമ്പനി തന്നെ ബ്രിട്ടാനിയ എന്ന് വെച്ചു, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ബ്രിട്ടാനിയ ആയിരുന്നു, നമ്മളാണ് ഓണേഴ്സ് എന്ന് വെച്ചു. ഓക്കെ, അപ്പൊ ഇപ്പം വന്ന് ഇന്ന് 5 വർഷത്തിന് ശേഷം ഇപ്പം വന്ന ഷെയർസ് വാങ്ങിക്കുന്ന ഒരാൾക്ക് മാർക്കറ്റ് വാല്യൂ 5,000 രൂപ വെച്ച് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ 5,000 രൂപ കൊടുത്തിട്ട് ഒരു ഷെയർ വെച്ച് വാങ്ങിക്കേണ്ടി വരും, റൈറ്റ്? ഇത് പാവപ്പെട്ടവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഒരുപാട് 5,000 രൂപ നല്ലൊരു എമൗണ്ട് ആണല്ലോ, അപ്പോൾ ഒരുപാട് പേർക്കൊന്നും ഇതിന്റെ ഷെയർസ് വന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി കമ്പനിയുടെ ലിക്വിഡിറ്റി കുറവായിരിക്കും, റൈറ്റ്? അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ കമ്പനി എന്ത് വിചാരിച്ചു, ഇപ്പോൾ ഇത് ഒരുപാട് പേരൊന്നും വാങ്ങിക്കാനും പോകുന്നില്ല, ഒത്തിരി പേര് വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, മാർക്കറ്റ് വാല്യൂ നേരെ പകുതിയാക്കാന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. ആര് വിചാരിച്ചു? കമ്പനി വിചാരിച്ചു. ഓക്കെ ഫൈൻ, 5,000 rupees മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ ഷെയർ, ഇന്നത്തെ ഷെയർ ഇന്ന് കുറേ പേര് വാങ്ങിച്ചുകൊണ്ട്, കുറേ പേര് വെച്ചാൽ കുറച്ച് പണക്കാരൊക്കെ വന്നിട്ട് 5,000 rupees ഓരോ ഷെയർ വെച്ച് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് വെച്ചു. അപ്പോൾ കമ്പനി ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു, ഓക്കെ മാർക്കറ്റ് വാല്യൂ നമുക്ക് ഹാഫ് ആക്കാമെന്ന് അങ്ങ് വിചാരിച്ചു. അങ്ങനെ 5,000 2,500 ഹാഫ് ആക്കാമെന്ന് വെച്ചു. അങ്ങനെ ആക്കിയാൽ എന്താ പ്രശ്നം? അങ്ങനെ മാർക്കറ്റ് വാല്യൂ 2,500 ആയിട്ട് ഹാഫ് ആക്കിയാൽ എന്താ പ്രശ്നം? ഇന്ന് വാങ്ങിച്ച ഒരു 5,000 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയ കുറെ ടീംസ് ഉണ്ടല്ലോ, നാളെ ഈ ഷെയർസിന്റെ 2,500 ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒട്ടുപിടിക്കും, അവർക്ക് ദേഷ്യം വരും. പിന്നെ എന്തിനാ നാളെ പോയി വാങ്ങിച്ചാൽ? ഓക്കെ ഫൈൻ, 2,500 രൂപയ്ക്ക് ഈ ഷെയർ വിൽക്കപ്പെടുന്നു, ഞാൻ ഇന്നലെ വെറുതെ 5,000 രൂപയ്ക്ക് വാങ്ങിച്ചൊന്നും അവർക്ക് ദേഷ്യം വരും, റൈറ്റ്? അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ കമ്പനി എന്താ ചെയ്യാൻ പോകുന്നത്? അവർക്ക് നഷ്ടം ഉണ്ടാവല്, ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് നമുക്ക് നഷ്ടം ഉണ്ടാവില്ല, എന്നാൽ പാവപ്പെട്ടവർക്ക് വാങ്ങിക്കാനും പറ്റണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഡിമാൻഡ് വന്നപ്പോഴാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫേസ് വാല്യൂ 2 രൂപയാണ്, റൈറ്റ്? നമ്മളെല്ലാവരുടെ പ്രൊമോട്ടേഴ്സ് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചാണ് 2 rupees എന്ന ഫേസ് വാല്യൂ. ഈ 2 rupees എന്ന ഫേസ് വാല്യൂയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 രൂപയാക്കി, നേരെ ഹാഫ് ആക്കി. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കും ഓക്കെ ഫൈൻ, ഫേസ് വാല്യൂ 2 രൂപയായിരുന്നു, ഇപ്പൊ ഫേസ് വാല്യൂ 1 രൂപ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊമോട്ടേഴ്സ് നമ്മുടെ എല്ലാവരുടെയും 50,000 ഷെയർസ് അല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ 50,000 ഷെയർസിന് 1 രൂപ വെച്ച് ഫേസ് വാല്യൂ ആകുമ്പോൾ അത് 50,000 രൂപ നഷ്ടമല്ലേ? 1 ലക്ഷം 2 രൂപ വെച്ച് ചെയ്താണെങ്കിൽ 1 ലക്ഷം വന്നേനല്ലോ ടോട്ടൽ വാല്യൂ. അപ്പോൾ 50,000 രൂപ നഷ്ടമല്ലേ? അല്ല, ഒരിക്കലും അല്ല. കാരണം എന്താ, നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത 1 lakh rupees ആണ്. പ്രൊമോട്ടേഴ്സായി നമ്മൾ സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റ് ചെയ്ത 1 lakh rupees ആണ്, അത് മാറാൻ പോകുന്നില്ല, റൈറ്റ്? ആ 1 lakh rupees ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 2 രൂപയാണ്ടല്ലേ 1 lakh കൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് 50,000 ഷെയർസ് ആയി. ഇപ്പൊ ആ 1 ലക്ഷം ഷെയർസ്, ആ 1 ലക്ഷം രൂപയുടെ ആ ടോട്ടൽ വാല്യൂ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പൊ ഫേസ് വാല്യൂ എത്ര? 1 രൂപയുള്ളൂ. അപ്പൊ ആ 1 lakh divided by 1 rupees ഫേസ് വാല്യൂ ചെയ്യുമ്പോൾ 1 ലക്ഷം ഷെയർസ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ 50,000 ഷെയർസേ ഉള്ളൂ. നമ്മൾ ഫേസ് വാല്യൂ സ്പ്ലിറ്റ് ചെയ്ത് 1 രൂപ ആക്കുമ്പോൾ നമ്മുടെ ഷെയർസ് ഇരട്ടിക്കും. അതായത് ടോട്ടൽ 1 lakh divided by 1 rupees അല്ലേ 1 lakh വരൂ. അപ്പോൾ 1 lakh ഷെയർസ് ആണ് നമ്മുടെ ഈ വരേണ്ടത്. ഓൾറെഡി 50,000 ഷെയർസേ ഉള്ളൂ. അപ്പോൾ ബാക്കി റിമൈനിങ് ഫേസ് വാല്യൂ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും 50,000 ഷെയർസ് വെച്ച് നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രൊമോട്ടേഴ്സിനും കിട്ടും. അപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പം എങ്ങനെയാ 1 ലക്ഷം ഷെയർസ് ഉണ്ട്, 1 രൂപയുടെ ടോട്ടൽ വാല്യൂ എത്ര? ഫേസ് വാല്യൂന്റെ ബേസിസിൽ ഞാൻ പറയുന്നത് 1 ലക്ഷം ഷെയർസ് ഉണ്ട് 1 രൂപയുടെ, അപ്പോൾ ടോട്ടൽ വാല്യൂ 1 lakh. ഓൾ റൈറ്റ്,
നേരത്തെ എന്തായിരുന്നു, 50,000 ഷെയർസ് ഉണ്ടായിരുന്നു 2 രൂപയുടെ. അപ്പം ടോട്ടൽ ഫേസ് വാല്യൂ എത്രയാണ്? 1,00,000 തന്നെ, റൈറ്റ്? നേരത്തെ 1,00,000 ഇപ്പോഴും 1,00,000. ഇപ്പൊ എന്താ പറ്റിയ, ഫേസ് വാല്യൂ 2-ൽ നിന്ന് നേരെ ഹാഫ് ആക്കി 1 റുപ്പി ആക്കി 50,000 എന്നുള്ള ഷെയർ ഇരട്ടിക്കും. അപ്പൊ ഫേസ് വാല്യൂ ഹാഫ് ആകുമ്പോൾ എന്താ പറ്റുന്ന, നമ്പർ ഓഫ് ഷെയർസ് ഇരട്ടിക്കും. കാരണം ടോട്ടൽ വാല്യൂ ഈസ് ഗോണ റിമെയിൻസ് കോൺസ്റ്റന്റ്, റൈറ്റ്? അപ്പൊ നമുക്ക് നഷ്ടമില്ല ലാഭമില്ല, നമുക്ക് ന്യൂട്രൽ ആയിട്ട് തന്നെ പോകും. അപ്പം ഫേസ് വാല്യൂ 2 റുപ്പീസിൽ നിന്ന് 1 റുപ്പി ആയിട്ട് ഹാഫ് ആയപ്പോൾ എന്തു പറ്റി, മാർക്കറ്റ് വാല്യൂ നേരെ പകുതിയായി. മാർക്കറ്റ് വാല്യൂ 5,000-ൽ നിന്ന് 2,500 ആയി. അതെങ്ങനെ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, ഫേസ് വാല്യൂ ഹാഫ് ആയതൊക്കെ ഓക്കെ മനസ്സിലായി, ഷെയർസ് ഡബിൾ ആയത് മനസ്സിലായി, പക്ഷേ ഫേസ് വാല്യൂ ഹാഫ് ആയപ്പോൾ മാർക്കറ്റ് വാല്യൂ എങ്ങനെ ഹാഫ് ആയി? അത് ഞാൻ പറഞ്ഞുതരാം. 2 രൂപ ഫേസ് വാല്യൂക്ക് ഈക്വലന്റ് ആയിട്ടുള്ളതാണ് മാർക്കറ്റിൽ 5,000 രൂപ. അപ്പൊ ഈ 2 രൂപ എന്നുള്ള സാധനം 1 രൂപയായിട്ട് പകുതിയായപ്പോൾ മാർക്കറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള 2,500 രൂപയാണ്. 2 രൂപ ഫേസ് വാല്യൂ, ഓക്കെ? 2 രൂപ ഫേസ് വാല്യൂക്ക് ഈക്വലന്റ് ആയിട്ടുള്ള മാർക്കറ്റ് വാല്യൂ 5,000 റുപ്പീസ് ആണെങ്കിൽ 1 രൂപയ്ക്ക് എത്ര? ഈ 5,000 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് മീൻസ് എന്താണ്? 2,500 ആണ് മാർക്കറ്റ് വാല്യൂ. ഓക്കെ, അപ്പൊ എന്താ പറ്റിയ, ഫേസ് വാല്യൂ സ്പ്ലിറ്റ് ആയി, നമ്പർ ഓഫ് ഷെയർസ് ഡബിൾ ആയി, മാർക്കറ്റ് വാല്യൂ ഹാഫ് ആയി. ഇപ്പൊ 2,500 ആയപ്പോൾ ഒരുപാട് പേർക്ക് വാങ്ങിക്കാൻ പറ്റും. നേരത്തെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് ഷെയർസ് വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നു. ഓൾറെഡി ഷെയർസ് ഹോൾഡ് ചെയ്തവർക്ക് ആർക്കും നഷ്ടമില്ല. പക്ഷേ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലാവത്തില്ല. ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ കോൺസെപ്റ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് മെജോറിറ്റി ആൾക്കാർക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലാവത്തില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞു വെച്ച് മനസ്സിലാവത്തില്ല, അങ്ങനല്ല, ഈ ഒരു കാര്യം മനസ്സിലാവത്തില്ല. അപ്പോൾ ആൾക്കാർ എന്താ ചിന്തിക്കുന്നത്, ഓ ഇന്നലെ 5,000 രൂപ വാല്യൂ ഉള്ള ബ്രിട്ടാനിയയുടെ ഷെയർസിന് ഇന്ന് 2,500 ഉള്ളൂ, കമ്പനി ഒടുക്കത്തെ നഷ്ടമാണ്, നേരെ പകുതിയായി, എൻ്റെ ഫേസ് വാല്യൂ അല്ല മാർക്കറ്റ് വാല്യൂ നേരെ പകുതിയായി, ഇത് ഭയങ്കര നഷ്ടത്തിലുള്ള കമ്പനിയാന്ന് പറഞ്ഞ് ചാടി പിടച്ച് കണ്ട ഷെയർസ്, കയ്യിലിരുന്ന ബ്രിട്ടാനിയ ഷെയർസ് കംപ്ലീറ്റ് അങ്ങ് വിറ്റ് കളയും. അതെന്താണ്? മണ്ടത്തരമാണ്. കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ പോലെ നമുക്കിത് മനസ്സിലാവത്തില്ലേ? അപ്പോൾ കയ്യിലിരുന്ന എല്ലാം ചാടി പിടിച്ചുള്ള ഷെയർസ് എല്ലാം അങ്ങ് വിറ്റ് പറയും. പക്ഷെ സ്മാർട്ട് പീപ്പിൾ, നമ്മൾ എന്തായാലും സ്മാർട്ട് പീപ്പിളിൽ വരേണ്ട ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമുക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഷെയർസ് വാങ്ങിച്ചു വെക്കണം. എവിടെ നഷ്ടം? നമുക്ക് നഷ്ടമില്ലല്ലോ. സ്റ്റോക്ക് സ്പ്ലിറ്റിൽ നമുക്ക് നഷ്ടം ഉണ്ടാവുന്നില്ലല്ലോ. So this was the very first lecture on stock exchange, share marketing. For more such informative videos, don't forget to subscribe my channel and hit that bell icon too. Until next time, take care. Bye bye.